എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണിത്. സോ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ പറയാറില്ലേ, എല്ലാത്തിനും ഒരു പ്രായമുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? There is an age for everything. There is an age for everything. Age എന്ന് പറഞ്ഞാൽ പ്രായം. For everything എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എന്നുള്ള മീനിങ് ആണ്. സോ എല്ലാത്തിനും ഒരു പ്രായമുണ്ട് എന്ന് പറയാനാണ് there is an age for everything. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാൻ പോകുമ്പോൾ നീ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? Why are you taking a risk? Why are you taking a risk? Take a risk എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള ഒരു കാര്യം ഏറ്റെടുക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. സോ നീ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിക്കാനാണ് Why are you taking a risk? ഇനി അടുത്തത്, അവന് മനസ്സിലുള്ളത് തുറന്നു പറയാൻ പേടിയില്ല എന്ന് പറയണം. അതായത് ഒരു കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം അതെന്താണെങ്കിലും തുറന്നു പറയുന്നതിൽ അവന് പേടിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? അവന് പേടിയില്ല എന്ന് പറയാൻ ഹി ഈസ് അൺഅഫ്രെയ്ഡ് എന്ന് പറയാം. ഹി ഈസ് അൺഅഫ്രെയ്ഡ്. അവൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ എന്ന് പറയാൻ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ടു സ്പീക്ക് ഹിസ് മൈൻഡ്. സോ ഹി ഈസ് അൺഅഫ്രെയ്ഡ് ടു സ്പീക്ക് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ അവന് പേടിയില്ല എന്നാണ് മീനിങ്. ഹി ഈസ് അൺഅഫ്രെയ്ഡ് ടു സ്പീക്ക് ഹിസ് മൈൻഡ്. പിന്നെ നമ്മളിപ്പം ആരോടെങ്കിലും ഞാനിപ്പം വരാമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ചെന്നപ്പോൾ കുറച്ച് വൈകി. അപ്പം നമ്മൾ പറയത്തില്ലേ, നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ക്ഷമിക്കണം അല്ലെങ്കിൽ സോറി എന്ന് പറയത്തില്ലേ? അപ്പോൾ അതെങ്ങനെ പറയും? സോറി ടു കീപ്പ് യു വെയിറ്റിംഗ്. സോറി ടു കീപ്പ് യു വെയിറ്റിംഗ്. കീപ്പ് സമൺ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. സോ അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ക്ഷമ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സോറി ടു കീപ്പ് യു വെയിറ്റിംഗ്. ഇനി ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുവാണ്, നിനക്ക് എവിടെ പോയി ഡിന്നർ കഴിക്കണമെന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ എവിടെയാണ് ഡിന്നർ കഴിക്കാൻ പോകേണ്ടത്? അതെങ്ങനെ ചോദിക്കും? വേർ ഡു യു വോണ്ട് ടു ഗോ ഫോർ ഡിന്നർ. വേർ ഡു യു വോണ്ട് ടു ഗോ ഫോർ ഡിന്നർ. അതായത് ഡിന്നർ കഴിക്കാൻ എവിടെയാണ് പോകേണ്ടത് എന്നുള്ള മീനിങ് ആണ്. ഇനി അവർ ഡിന്നർ കഴിക്കാൻ 2 സ്ഥലം പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്നടത്ത് പോകണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് ഏതായാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്ന് പറയണം. അതിന് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് It doesn't make any difference to me. It doesn't make any difference to me എന്ന് പറഞ്ഞാൽ ഏതാണേലും എനിക്ക് കുഴപ്പമില്ല, അതായത് എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്നുള്ളൊരു മീനിങ് ആണ്. It doesn't make any difference to me. ഇനി ചില കുട്ടികൾക്ക് നല്ല പിടിവാശി കാണും അല്ലേ? അപ്പോൾ അങ്ങനെ നിൻ്റെ മകൾക്ക് നല്ല പിടിവാശിയാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? Your daughter is so obstinate. Your daughter is so obstinate. Obstinate എന്ന് പറഞ്ഞാൽ പിടിവാശി അല്ലെങ്കിൽ ദുശാഠ്യം എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഡോട്ടർ എന്ന് പറഞ്ഞാൽ മകൾ എന്നുള്ള മീനിങ് ആണ്. സോ യുവർ ഡോട്ടർ ഈസ് സോ ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ മകൾക്ക് നല്ല പിടിവാശിയാണ് എന്നുള്ള ഒരു മീനിങ് ആണ്. ഇനി അടുത്തത്, ആരാണ് നിനക്ക് എൻ്റെ നമ്പർ തന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൂ ഗേവ് യു മൈ നമ്പർ. ഹൂ ഗേവ് യു മൈ നമ്പർ. ഗേവ് എന്ന് പറഞ്ഞാൽ ഗീവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. തന്നത് എന്നുള്ള മീനിങ് ആണ്. സോ ഹൂ ഗേവ് യു മൈ നമ്പർ എന്ന് ചോദിച്ചാൽ നിനക്ക് ആരാണ് എൻ്റെ നമ്പർ തന്നത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? നമുക്ക് എന്ന് പറയാൻ ലെറ്റ്സ്. ലെറ്റ്സ് എന്നുള്ളത് ലെറ്റസിൻ്റെ ഷോർട്ടാണ്. സോ ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം എന്നാണ്. എ ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇടവേള എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ തിരക്കിലായിരുന്നു എന്ന് പറയണം. ഇത് നമുക്ക് പല രീതിയിൽ പറയാം. ഐ വാസ് ബിസി എന്ന് പറയാം. ബിസി എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നുള്ള മീനിങ് ആണ്. സോ ഞാൻ തിരക്കിലായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ബിസി. ഇനി അല്ലെങ്കിൽ ഐ വാസ് ഇൻ എ ഹറി എന്ന് പറയാം. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഐ വാസ് ഇൻ എ ഹറി. അല്ലെങ്കിൽ ഐ വാസ് ഇൻ എ റഷ് എന്ന് പറയാം. ഐ വാസ് ഇൻ എ റഷ് എന്ന് പറഞ്ഞാലും ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എന്നുള്ള ഒരു മീനിങ് ആണ്. ഇനി അടുത്തത്, അവൾ തയ്യാറാകാൻ കുറേ സമയം എടുക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? തയ്യാറാകാൻ എന്ന് പറയാൻ ടു ഗെറ്റ് റെഡി എന്ന് പറയാം. ടു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാവാൻ എന്നുള്ളൊരു മീനിങ് ആണ്.
അവൾ കുറേ സമയം എടുക്കുന്നു എന്നെങ്ങനെ പറയും? ഷീ ടേക്സ് ലോങ്. ഷീ ടേക്സ് ലോങ് എന്ന് പറഞ്ഞാൽ അവൾ കുറേ സമയം എടുക്കുന്നു എന്നാണ്. സോ അവൾ തയ്യാറാകാൻ കുറേ സമയം എടുക്കുന്നു എന്നെങ്ങനെ പറയും? ഷീ ടേക്സ് ലോങ് ടു ഗെറ്റ് റെഡി. ഷീ ടേക്സ് ലോങ് ടു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ അവൾ തയ്യാറാകാൻ കുറേ സമയം എടുക്കുന്നു എന്ന മീനിങ് ആണ്. പിന്നെ നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ, ശ്രദ്ധയോടെ പഠിക്കുക, അല്ലെങ്കിൽ നീ പിന്നോട്ട് പോകും, അല്ലെങ്കിൽ പിന്നോക്കം പോകും. അതെങ്ങനെ പറയും? ശ്രദ്ധയോടെ പഠിക്കുക എന്ന് പറയാൻ സ്റ്റഡി അറ്റൻറ്റീവ്ലി എന്ന് പറയാം. സ്റ്റഡി അറ്റൻറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ പഠിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. അല്ലെങ്കിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതർവൈസ്. നീ പിന്നോക്കം പോകും എന്ന് പറയുന്നത്, ഈ പിന്നോക്കം പോവുക എന്ന് പറയുന്നത് ഫോൾ ബിഹൈൻഡ് എന്നാണ്. സോ അതർവൈസ് യു വിൽ ഫോൾ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നീ പിന്നോക്കം ആകും, അല്ലെങ്കിൽ പിന്നോക്കം പോകും എന്നുള്ളൊരു മീനിങ് ആണ്. സോ സ്റ്റഡി അറ്റൻറ്റീവ്ലി, അതർവൈസ് യു വിൽ ഫോൾ ബിഹൈൻഡ്. ഇനി അടുത്തത്, നീ വളരെ നേരത്തെ തിരിച്ചെത്തിയല്ലോ, അതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്താ അങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈ അതെങ്ങനെ അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസാണ് ഹൗ കം. സോ ഹൗ കം യു ആർ ബാക്ക് സോ ഏർലി എന്ന് ചോദിച്ചാൽ നീ നേരത്തെ എത്തിയല്ലോ, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു മീനിങ് ആണ്. ഹൗ കം യു ആർ ബാക്ക് സോ ഏർലി. ഹൗ കം യു ആർ ബാക്ക് സോ ഏർലി. യു ആർ ബാക്ക് സോ ഏർലി എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ നിങ്ങൾ തിരിച്ചെത്തി എന്നുള്ളൊരു മീനിങ് ആണ്. സോ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാനാണ് ഹൗ കം യു ആർ ബാക്ക് സോ ഏർലി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ ഉപദേശം സ്വീകരിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? എപ്പോഴും എന്ന് പറയാൻ ഓൾവേസ്, ഉപദേശം സ്വീകരിക്കുക എന്ന് പറയുന്നത് ടേക്ക് അഡ്വൈസ് എന്നാണ്. അപ്പോൾ ഐ ഓൾവേസ് ടേക്ക് മൈ മദേഴ്സ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ ഉപദേശം സ്വീകരിക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത്. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.